വെൽക്കം ടു ശിവാസ് കിച്ചൺ ലാൻഡ്. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബാക്കി വരുന്ന ദോശ കൊണ്ടൊരു പപ്പടമാണ്, അതായത് ദോശപ്പപ്പടം. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നീർദോശയാണ് വേണ്ടത്. ഇവിടെ ഞാൻ 3 നീർദോശ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ദോശ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത്. ഇനി നമുക്കിതിനെ 2-3 ദിവസത്തെ വെയിൽ കൊള്ളിച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അങ്ങനെ ദോശ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങണം. ഇതുപോലെ നമുക്ക് ഒരു ദോശ എടുത്ത് പൊട്ടിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന തരത്തിൽ ഉണക്കിയെടുക്കണം. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉണക്കിയ ദോശ കഷ്ണങ്ങൾ എണ്ണയിലേക്ക് ഇടാം. നമുക്ക് കുറച്ചായിട്ട് ദോശ കഷ്ണം ഇടാം. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്കിത് കുറച്ചായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശപ്പപ്പടം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമാണ് ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയും അതുപോലെ നമുക്ക് ചായക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.